സുഹൃത്തുക്കളെ നമസ്കാരം. കപ്പ ഇഷ്ടമില്ലാത്ത മലയാളി ഉണ്ടാവില്ല അല്ലേ? ഇപ്പം കപ്പ നടാൻ പറ്റുന്നൊരു സമയമാണ്. നമ്മൾ സാധാരണഗതിയിൽ തടമുണ്ടാക്കി തടത്തിനകത്ത് കുറച്ച് ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമ്മൾ കപ്പത്തണ്ട് നാട്ടുന്നല്ലോ. ഒന്നിൽ ഏരി വെട്ടിയിട്ട് അല്ലെങ്കിൽ തടം എടുത്തിട്ട് ഒരു കഷ്ണം കപ്പത്തണ്ടാണ് നാട്ടുന്നത്. അതിന് വിപരീതമായിട്ട് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു തടത്തിൽ തന്നെ 6 കപ്പത്തണ്ട് നാട്ടി ചുറ്റുമായിട്ട് ഇങ്ങനെ വലിയ പ്രത്യേകിച്ചൊരു അകലമൊന്നും കീപ്പ് ചെയ്തില്ല. അങ്ങനെ നാട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറിക്കാനായപ്പോൾ നല്ല വിളവ് കണ്ടു. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ആദ്യം ചുറ്റും ഒന്ന് മണ്ണൊക്കെ ഒന്ന് മാറ്റി, നല്ല വിളവുണ്ടെന്ന് തോന്നിയതുകൊണ്ട്, കാരണം മുറിയാൻ പാടില്ലല്ലോ, ചുറ്റും മണ്ണൊക്കെ മാറ്റി ഇങ്ങനെ കൊട്ടി തട്ടി എടുത്തു. ഇപ്പം നല്ല ഓരോ കിഴങ്ങുകളും തന്നെ നല്ല 1 കിലോ 1.5 കിലോ ഒക്കെ ഉള്ള കിഴങ്ങുകളുണ്ട്. അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റും ഇങ്ങനെ മണ്ണ് മാറ്റി പറിക്കും തോറും കൂടുതൽ കിഴങ്ങുകൾ കണ്ടില്ലേ. അപ്പോൾ ഒരു തടത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പറിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-30 കിലോയോളം ഈ 6 കപ്പയിൽ നിന്ന് കിട്ടി. ആ ഒരു വിളവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ച് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതികൾ എന്താണ്, ഒരു 3 അടിയൊക്കെ അകലത്തിൽ ഇതുപോലെ കൂടം കൂട്ടി ഏരി വെട്ടിയിട്ടൊക്കെയല്ലേ നടുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും വേണമെന്നില്ല. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ ഇതേപോലെ നാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പരിപാലിക്കാനൊക്കെ ഒരു സ്ഥലത്ത് തന്നെ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ഒരു തീരെ സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു തടം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഒരു 4-5 കപ്പത്തണ്ടൊക്കെ നാട്ടി നോക്കിയൊക്കെ നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടും. എന്തായാലും ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, നന്ദി, നമസ്കാരം.